പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമേ, ഇന്ന് ഈ ദിവസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഈ അവസരത്തിനും സമയത്തിനുമായിട്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നേരം, അല്ലെങ്കിൽ ഏത് സമയത്താണോ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വന്ന് തൊടുകയും നമ്മളുടെ ജീവിതം കൂടുതൽ സ്വതന്ത്രമാകുകയും യേശുക്രിസ്തുവിൽ ബലപ്പെടുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദൈവമക്കളെയും പരിശുദ്ധമായ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഗാനം ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരും നദിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരും നദിയേ, അനുദിനം നിൻ പദംഗതിയേ, അടിയാനു നിൻ കൃപമതിയേ, അനുദിനം നിൻ പദംഗതിയേ, അടിയാനു നിൻ കൃപമതിയേ, വൻ വീണകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയ, വൻ വീണകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയ, വല്ലഭൻ നീ എന്നഭയ, വന്നിടുമോ പിന്നെ ഭയ, വല്ലഭൻ നീ എന്നഭയ, വന്നിടുമോ പിന്നെ ഭയ, അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്ത കൃപാ പെരും നദിയേ, അമീൻ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്ത കൃപാ പെരും നദിയേ, തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീനിയോ, തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീനിയോ, തള്ളിടുമോ ഏഴയെന്നെ, തീരുമോ നിൻ സ്നേഹമെന്നിൽ, തള്ളിടുമോ ഏഴയെന്നെ, തീരുമോ നിൻ സ്നേഹമെന്നിൽ, അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്ത കൃപാ പെരും നദിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരും നദിയേ, തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല, തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല, മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ, മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ, അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്ത കൃപാ പെരും നദിയേ, അമീൻ. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ
പെരും നദിയെ പാരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ പാരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ മരണദിനം വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിൻ മാർവിടത്തിൽ മരണദിനം വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിൻ മാർവിടത്തിൽ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപ പെരും നദിയേ അമ്മൻ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപ പെരും നദിയേ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞില്ലേ ഒരു ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സ്തുതിയുള്ള ഏകദൈവത്തിന്റെ തിരുനാമത്തിന് എനിക്ക് സ്തുതി. നമ്മുടെ മേൽ നിന്റെ കരുണയും മനോഗണവും നീക്കുണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും തന്റെ സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഒരുങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാവുന്ന ഒരുങ്ങൾ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപികളായ ആരോട് കരുണ ചെയ്യുന്ന മിശിഹാരാജാവേ, നിനക്ക് സ്തുതി. ബാറക് മോർ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൈവം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉത്തരഫലമായ കർത്താവായ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയമേ, തമ്പുരാനെ പറ്റി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അനുഗ്രഹം നിറഞ്ഞതായ ഈ ദിവസത്തിന് ഞങ്ങൾ സ്തുതി കരയേറ്റുന്നു. പാപം കൊണ്ട് നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ കുരിശിന്റെ ചൂട്ടിലേക്ക് വരുമ്പോൾ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതും കഴുകുന്നതുമായി ഞങ്ങൾ അറിയുന്നു. നിന്റെ ആ തിരുരക്തം കൊണ്ട് നാഥാ, നീ ഞങ്ങളെ കഴുകണമേ. കർത്താവേ, നീ ഞങ്ങൾക്ക് ശുദ്ധി തരണമേ. ദൈവമേ, നീ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിന്റെ കൃപയുടെ വലിപ്പത്തിൽ, സുന്ദരമായ പ്രാർത്ഥനയിൽ, ഏറ്റവും ഉന്നതമായ ചിന്തയിൽ നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഈ നേരത്തും ഈ നാഴികയിലും നിന്റെ സ്നേഹം കണ്ട് നിന്നെ ആരാധിച്ച് നിന്നെ സ്തുതിച്ച് ഞങ്ങൾ മഹത്വീകരിക്കുന്നു. നല്ലവനായ ഈശോയെ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുവാൻ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഇപ്പോൾ കർത്താവെ, പരിശുദ്ധാത്മാവിനെ കിട്ടുവാൻ ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ഇപ്പോൾ ദൈവശക്തി ലഭിപ്പാൻ, ദൈവത്തിന്റെ കരുതുന്ന കരത്തിൽ നിന്നുള്ള തലോടൽ അനുഭവിക്കുവാൻ ഞങ്ങളിത് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഈ നാഴികയിൽ കർത്താവ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിനുമായി നന്ദി പറയുന്നു. സ്വർഗീയ തേജസ് ഇവിടെ ഇറങ്ങി നിൽക്കുന്നതിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇവിടെ ഇറങ്ങുന്നതിനായി സ്തുതി കരേറ്റുന്നു. അന്ധകാരം മാറ്റിത്തരുന്ന, ശാപം മാറ്റിത്തരുന്ന, രോഗം മാറ്റിത്തരുന്ന,
ബന്ധനങ്ങൾ അഴിച്ചു കളയുന്ന ദൈവസാന്നിധ്യത്തിനായി സ്തുതി കരേറ്റുന്നു. വചനത്തിന്റെ ഉൾക്കാമ്പുകൾ കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിറയ്ക്കണമേ. ഈ ലോകത്ത് ജയകരമായി ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. സ്വർഗീയ തേജസ് കൊണ്ട് ഞങ്ങളെ നിറച്ചു നിർത്തുന്നതിനായി നന്ദി പറയുന്നു. ആത്മാവിന്റെ പരിരക്ഷയിൽ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. ലോകം മുഴുവനോളം ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. നാഥ, നിന്റെ വലിയ കൃപ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ജനത്തിന്റെ മേൽ വ്യാപരിച്ചിറങ്ങട്ടെ. ദൈവതേജസ് കൊണ്ട് ജനം നിറയട്ടെ. ആത്മപ്രേരണയാൽ ഈ ജനം വിശുദ്ധീകരിക്കപ്പെടട്ടെ. ദൈവകൃപയാൽ ഈ കുടുംബം, എല്ലാ കുടുംബങ്ങളും ശക്തീകരിക്കപ്പെടട്ടെ. യേശുവിന്റെ കൃപയ്ക്കും കർത്താവിന്റെ കരുണയ്ക്കുമായി നന്ദി പറയുന്നു. ദൈവമേ, നിനക്ക് ഞങ്ങൾ സ്തുതി കരേറ്റുന്നു. അന്ധകാര ശക്തികൾ മാറ്റി ലോക ദുരിത ബന്ധനക്കെട്ടുകളിൽ നിന്നെല്ലാം ഞങ്ങളെ അഴിച്ച് സ്വതന്ത്രവും അനുഗ്രഹവുമായി വിശുദ്ധമായി കൃപയായി ദൈവ തേജസ്സായി ഞങ്ങളെ മാറ്റി നിർത്തി അനുഗ്രഹിക്കണമേ. നിന്റെ കൃപയ്ക്കായി, നിന്റെ വിശുദ്ധിക്കായി, നന്മയ്ക്കായി സ്തുതി കരേറ്റുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമേ, ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാനായി നമുക്ക് ഈ നേരം വേർതിരിക്കാം. തീമോത്തിയോസിന് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നതായ ചിന്തയെ ധ്യാനിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കത്ത് ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചൂർത്തിരിക്കുന്നു. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, എന്ത് ചിന്തയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ തരുന്നത്? ഒരു മനുഷ്യ ജീവിതത്തിന്റെ വഴിതെറ്റിപ്പോയ ഒരു ജീവിത രീതി നമുക്ക് വേദഭാഗത്ത് നിന്ന് എടുക്കാനായിട്ട് കഴിയുന്നു. അതിനെക്കുറിച്ച് ശ്ലീഹ പറഞ്ഞ വാക്ക് ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു എന്നാണ്. ഇന്ന് ഞാൻ ഉൾപ്പെടെ നമ്മിൽ പലരുടെയും ജീവിതത്തില് ഇങ്ങനെ ചില അനുഭവങ്ങളുണ്ട്. അത് ഏത് മേഖലയിലാണെന്ന് നമുക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. ഒരു വല്ലാത്ത വൈകാരികമായ ഒരു നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തതായ, മാറ്റി നിർത്താൻ പറ്റാത്തതായ ഒരു വലിയ ചിന്ത, തോട്ട്, അത് നമ്മെ വല്ലാതെ ഭരിക്കുന്നു. ചില ചിന്തകൾ ദോഷത്തിൻ്റെതാകാം, ചില ചിന്തകൾ പാപത്തിൻ്റെതാകാം, ചില ചിന്തകൾ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയാകാം. അങ്ങനെ വിവിധങ്ങളായ തലങ്ങളിലുള്ള ചിന്തകൾ ഓരോ മനുഷ്യരെ നിയന്ത്രിക്കുമ്പോൾ ചിലരെ അത് ഒരു വല്ലാത്ത വേറൊരു പേഴ്സണാലിറ്റിയിലേക്ക് മാറ്റുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ജീവിതത്തിൽ വളരെയധികം ഭാരപ്പെടുന്ന ചിന്തകൾ കൊണ്ട്, അല്ലെങ്കിൽ ഭാരപ്പെടുന്ന സ്വഭാവം കൊണ്ട്, ഭാരപ്പെടുന്ന അവസ്ഥ കൊണ്ട് ജീവിതം വല്ലാതെ ചീർത്തിരിക്കുന്ന ഒരവസ്ഥ വന്നു ചേർന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവമക്കളെ, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മോട് കൂടെ ഇരിക്കുന്ന യേശു ഇന്ന് ഈ കൂട്ടായ്മയിൽ വന്നിട്ടുണ്ട്. നാം ഇരിക്കുന്നിടത്തേക്ക് യേശുവിന്റെ സാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. അനേക ആയിരക്കണക്കിന് ആളുകൾക്ക്, കോടാനുകോടി ആളുകൾക്ക്, ലക്ഷോപലക്ഷം വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരായ അനേക ആളുകള്, പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ അതിന്റെ തീരത്തേക്ക് എത്തിയിരിക്കുന്ന കോടാനുകോടി ആളുകള്, ഇപ്രകാരമുള്ള ജീവിതങ്ങളെല്ലാം കർത്താവ് ഇപ്പോൾ സ്പർശിക്കുകയാണ്. നമ്മളുടെ പ്രാർത്ഥനാ ശുശ്രൂഷ നടക്കുന്നത് ഒരു സ്ഥലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടോ ഒരു രാജ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടോ അല്ല, യേശുവിന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷയാണ്. ലോകം മുഴുവനുമുള്ള കർത്താവിന്റെ സഭയാകുന്ന, ശരീരമാകുന്ന, സഭയാകുന്ന ആ വലിയ കൂട്ടായ്മയുടെ ഒരു പ്രസന്നതയ്ക്ക് വേണ്ടി ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ജാതി, വർണ്ണ, വർഗ വ്യത്യാസമൊന്നുമില്ലാതെ അനേക ആളുകളെ സ്വതന്ത്രമാക്കുന്ന ദൈവ സാന്നിധ്യവും യേശുവിന്റെ യാഗവും
ക്രൂശുമരണവും ഉയർപ്പുമാണ് നാം പ്രസംഗിക്കുന്നത്. യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ചീർത്ത അവസ്ഥകൾ എന്തുകൊണ്ടാണ് നാം ചീർത്തിരിക്കുന്നത്? ദാറ്റ് മീൻസ് ശരീരത്തിന്റെ ചീർപ്പല്ല, മറിച്ച് നാം ആകേണ്ടതായിരുന്ന പേഴ്സണാലിറ്റിയിൽ നിന്ന് മറ്റൊരു പേഴ്സണാലിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു. നമുക്ക് നോക്കാം ഏദൻ തോട്ടത്തിലേക്ക്. അവിടെ ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ട രണ്ട് ആളുകൾ, ആദമും ഹവ്വായും, ദൈവത്തോട് എപ്പോഴും നന്നായി സംസാരിച്ചു കൊണ്ടിരുന്ന രണ്ട് പ്രിയപ്പെട്ടവർ. അവർ പ്രിയപ്പെട്ടവരെ സാത്താൻ അകപ്പെട്ടു പോയപ്പോൾ അവരുടെ തേജസ് നഷ്ടപ്പെട്ടു പോവുകയാണ്. അവരുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. അവര് ദൈവത്തിൽ നിന്ന് ഓടി മാറുകയാണ്, ഓടി ഒളിക്കുവാനായി പരിശ്രമിക്കുകയാണ്. അവർക്ക് മറ്റൊരു പേഴ്സണാലിറ്റി വന്നു ചേർന്നു. അവർ നഗ്നരാണെന്നുള്ള ബോധ്യം കിട്ടി. അവർ നാണം കൊണ്ട് മറഞ്ഞു നിന്നു. ദൈവം അവർക്ക് വസ്ത്രമൊരുക്കി കൊടുത്തു. ദൈവമക്കളെ, സ്വർഗീയമായിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. സ്വർഗീയമായിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി. ആ പേഴ്സണാലിറ്റിയാണ് ഞാനും നിങ്ങളുമാകുന്ന ഓരോരുത്തരും പ്രാപിക്കേണ്ടത്. അത് പ്രിയപ്പെട്ടവര് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നേടിയെടുക്കാൻ കഴിയണം. നമുക്കറിയാം, നാം ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ഇന്ത്യയുടേതായ, നമ്മുടെ രാജ്യത്തിൻ്റെതായ സംസ്കാരം, കേരളത്തിൻ്റെതായ സംസ്കാരം, നാം താമസിക്കുന്ന ആ സ്ഥലത്തിൻ്റെതായ സംസ്കാരം, ഇതെല്ലാം കൂടി നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടാണ് നമ്മുടെ സ്വഭാവം രൂപവൽക്കരിക്കപ്പെടുന്നത്. ഈ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് പാർക്കുന്ന ആളുകൾക്ക് സമാനമായ രീതിയിൽ മറ്റൊരു സംസ്കാര രീതി രൂപപ്പെട്ടു വരികയാണ്. അവർ ആയിരിക്കുന്ന അവസ്ഥയും ജീവിക്കുന്ന ചുറ്റുപാടും അനുസരിച്ച് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ, സംസ്കാരം ചേഞ്ച് ചെയ്ത് വ്യക്തിത്വത്തിന് മാറ്റം വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവർക്ക് അത് തിരിച്ചറിയാൻ മറ്റുള്ളവർക്ക് പ്രകടമായ രീതിയിൽ വരികയാണ്. എന്നാൽ അങ്ങനെ അത് തിന്മയാണെന്നല്ലല്ലോ പറയുന്നത്, മറിച്ച് അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ തെറ്റായ ആശയങ്ങൾക്കും തെറ്റായ ജീവിത ശൈലികൾക്കും തെറ്റായ വഴികളിലും നാം പോയാൽ നമ്മുടെ പേഴ്സണാലിറ്റി അതുപോലെ ചേഞ്ച് ചെയ്യപ്പെടുമെന്നുള്ളതും വസ്തുതയാണ്. അങ്ങനെ തെറ്റായ ആശയങ്ങളും തെറ്റായ ചിന്താഗതികൾക്കും അകപ്പെട്ടു പോയ വ്യക്തിത്വമുള്ള ആളുകളെ കുറിച്ചാണ് ഭ്രാന്ത് പിടിച്ച് ചൂർത്തിരിക്കുന്നു എന്ന് പറയുന്നത്. ഒരുപക്ഷെ പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളുടെ മുമ്പിൽ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നുവെങ്കിൽ രഹസ്യമായ ജീവിത സാഹചര്യങ്ങളിൽ ചിലപ്പോഴെങ്കിലും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ വൈകാരികമായ ചില ചീർപ്പുകൾ വ്യക്തിപരമായി രഹസ്യമായി കണ്ടിരിക്കാം. നിങ്ങൾക്കത് കാണാൻ സാധ്യമാകുന്നില്ല. ഞാൻ എന്തിനാണ് എന്നെ തന്നെ പറഞ്ഞത്? എല്ലാ ആളുകളിലും ചില അനുഭവങ്ങൾ അവിശേഷിക്കുന്നുണ്ടാകാം, ചില ബന്ധങ്ങൾ അങ്ങനെ അവിശേഷിക്കുന്നുണ്ടാകാം. ഓർക്കുക, അത് നല്ലതല്ലല്ലോ. നമ്മുടെ ജീവിതത്തെ ചീർത്തു കളയും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഗുണകരമായ നന്മയുള്ള പേഴ്സണാലിറ്റിയെ അത് കട്ട് ചെയ്ത് കളയുകയാണ്. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൽ സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമേ, എന്നാൽ ഇവിടെ ഇതാ നമുക്കൊരു പുതിയ വ്യക്തിത്വം തരുന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, താമസിക്കുന്ന രാജ്യത്തിന്റെ സംസ്കാരമാണ് നമ്മിൽ ഉടലെടുക്കുന്നത് എന്ന്. അപ്രകാരം തന്നെ എബ്രായ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധരായ ആളുകൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവർ സ്വർഗരാജ്യത്തിന്റെ മക്കളാണെന്നുള്ള ബോധ്യത്തിൽ ജീവിച്ചു. അർത്ഥം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഇവിടെ ജീവിക്കുന്നവർ ഭൂമിയിൽ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് എന്നുള്ള ആകുമ്പോൾ തന്നെ ആരാധനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും വചന കേൾവിയിലൂടെയും കൂട്ടായ്മയിലൂടെയും സ്വർഗരാജ്യത്തിൽ കൂടി ജീവിക്കുന്നവരായി മാറുകയാണ്. അപ്പോൾ സ്വർഗരാജ്യത്തിന്റെ സംസ്കാരമുള്ള വ്യക്തിത്വമുള്ളവരായി മാറുകയാണ് ഞാനും നിങ്ങളും. അതുകൊണ്ടാണ് പ്രാർത്ഥനാ യോഗങ്ങൾ, സുവിശേഷ യോഗങ്ങൾ, വചന ശുശ്രൂഷകൾ, ആരാധനാ ജീവിതം എത്രമാത്രം ആവശ്യമാണെന്നുള്ള ബോധ്യം നാം ഇവിടെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റിടത്തും കിട്ടാത്തതായ ഒരു ചൈതന്യമാണ് നഷ്ടപ്പെട്ടു പോയ പ്രതാപം, മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയ ദൈവിക തേജസ്. അതാണ് രാജകീയ പുരോഹിത വർഗമാക്കി നമ്മെ വിളിച്ചു വാർത്തിരിച്ചിരിക്കുന്നു. അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുമാറാകുന്ന രീതിയിൽ നമ്മുടെ മേൽ സ്വർഗപ്രകാശം വ്യാപരിപ്പിച്ചു എന്നൊക്കെയും നാം പറയുന്നത്. പ്രിയപ്പെട്ടവരെയും, അതുകൊണ്ട് നാം ഈ ഭൂമിയിൽ ആരാധിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ദൈവത്തെ സ്തോത്രം ചെയ്തും ആരാധനയുടെ കാലയളവ്, ആരാധനയുടെ സമയം, പ്രാർത്ഥനയുടെ സമയം, കൂട്ടായ്മയുടെ സമയം
ദൈവരാജ്യ ബന്ധമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ, ദൈവരാജ്യത്തിന്റെ ഇടമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ, ദൈവരാജ്യത്തിന്റെ ചിന്തയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിരന്തരമായ ദൈവ കൂട്ടായ്മ കൊണ്ട് അവനിൽ നിന്നുള്ള സ്വഭാവം എന്നിലേക്ക് പകരുന്നു. ദൂതന്മാരുടെ സാന്നിധ്യം എന്നെ രൂപാന്തരപ്പെടുത്തുന്നു. വിശുദ്ധ ജനത്തിന്റെ സാമീപ്യവും കൂട്ടായ്മയും എന്നെ വല്ലാതെ രൂപാന്തരപ്പെടുത്തുന്നു. അങ്ങനെയാണ് ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിൽ വരുന്ന വലിയ മാറ്റം സംഭവിക്കുന്നത്. നാം പ്രാപിച്ചെടുക്കേണ്ട വ്യക്തിത്വം ഈ ലോകത്തിൻ്റെതല്ല, സ്വർഗരാജ്യത്തിൻ്റെതാണ്. ലോകത്ത് നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാകണം. നാം ഈ ലോകത്ത് ഒരുപക്ഷെ ഒരു ഡോക്ടറായിട്ടോ എഞ്ചിനീയറായിട്ടോ ടീച്ചറായിട്ടോ നഴ്സായിട്ടോ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാകാം. ആ ജോലി ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പേഴ്സണാലിറ്റി അത് ഉയർത്തി കാണിക്കുവാൻ സാധ്യമാകണം. അത് മറ്റൊന്നുമല്ല, സ്വർഗീയമായിരിക്കുന്ന വ്യക്തിത്വം. ഇതാ സ്വർഗം നമുക്ക് ആ വ്യക്തിത്വം പ്രദാനം ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് ആ പൗരത്വം ലഭിച്ചത്? എങ്ങനെയാണ് നമുക്ക് സ്വർഗരാജ്യ ബന്ധം കിട്ടിയത്? യേശു വന്നത് പേഴ്സണാലിറ്റി നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം പറയുന്നത്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മയും പ്രസാദവുമുള്ള ദൈവമക്കളായി ഒരു ദൈവരാജ്യത്തിന്റെ ഒരു മഹത്വത്തിലും കൃപയിലും ജീവിക്കുവാൻ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. സ്വർഗം ജയിച്ചിറങ്ങി വന്ന് ക്രൂശിൽ മരിച്ചു. പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, അതുകൊണ്ട് ക്രൂശിലെ തേജസ് കൊണ്ട്, ക്രൂശിലെ പരമയാഗം കൊണ്ട് എന്റെ ജീവിതത്തിന് നഷ്ടപ്പെട്ടവരെ പ്രതാപം എന്നിലേക്ക് തിരിച്ചു തരികയാണ്. ദൈവത്തിന്റെ സന്ദേശങ്ങൾ സ്വീകരിക്കുവാൻ യോഗ്യമായ ജീവിതങ്ങളായി ഞാൻ മാറുകയാണ്. ആ സന്ദേശങ്ങൾ എന്റെ കർണപടത്തിൽ വന്ന്, പദത്തിൽ വന്ന്, ചെവിയിൽ വന്ന് അത് അടിക്കുമ്പോൾ എന്റെ ഉള്ളങ്ങളിലേക്ക് അത് പ്രവേശിക്കുന്നു. എന്റെ ഹൃദയത്തിന്റെ ഉൾത്തടങ്ങളില് അത് ചലനമുണ്ടാക്കുന്നു. എന്റെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുന്ന ദുഷ്ടതകൾ അത് പുറത്തിറങ്ങി പോകുന്നു. ചിന്തകൾ കൊണ്ട്, വൈകാരികമായ പാപം കൊണ്ട്, തിന്മകൾ കൊണ്ട് അലങ്കോലപ്പെട്ടതായ എന്റെ മനസ്സിനെ മെല്ലെ 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 ശുദ്ധീകരിച്ച് തന്റെ രക്തം കൊണ്ട് കഴുകി വെണ്മയുള്ളതാക്കി മാറ്റുന്നു. എന്റെ ചിന്തകൾ എന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. എന്റെ ചിന്തകൾ എന്റെ ത്വക്കിനെ പ്രകാശിപ്പിക്കുന്നു. എന്റെ ചിന്തകൾ എന്റെ ശരീരത്തെ ആകെപ്പാട് മാറ്റി മറ്റൊരു പ്രകാശത്തിലേക്കും പേഴ്സണാലിറ്റിയിലേക്കും കൊണ്ടുവരുന്നു. സ്വർഗീയ തേജസ് ഇറങ്ങി നിൽക്കുന്ന ഈ സാഹചര്യത്തില് ദൈവമക്കളെ, നമുക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാനും കരയുവാനും സാധ്യമാകേണ്ടത്, കർത്താവേ, ഞാൻ പാപം ചെയ്ത് നിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയവനാണ്. ഞാൻ വെണ്ണയുള്ള വസ്ത്രം ധരിച്ചവനാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ കറുപ്പിന്റേതും ഇരുട്ടിന്റേതുമായ ആ ഭാഗത്തേക്ക് മാറിയിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ ഈ സമയം എപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത്, കർത്താവേ, ഈ സമയം നിന്റെ കരുണ കൊണ്ട്, നിന്റെ വലിയ അത്ഭുതകരം വെച്ചുകൊണ്ട് നീ എന്നെ പ്രകാശമുള്ളവനാക്കി മാറ്റണം. നീ എന്നെ അനുഗ്രഹമുള്ളവനാക്കി മാറ്റണം. നീ എന്നെ വിശുദ്ധിയുള്ളവനാക്കി മാറ്റണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കളെ, നമ്മളുടെ ആ ഭ്രാന്ത് പിടിച്ച അവസ്ഥകളിൽ നിന്ന് നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുകയാണ്. ഇവിടെ വായിച്ച വാക്യത്തില് ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അതിന്റെ ആൻസർ ദൈവത്തോട് ചേർന്നിരുന്ന അവന്റെ സ്വഭാവം സ്വീകരിക്കണമെന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെയും, എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച ചിന്താഗതിയില് നാശത്തിൻ്റെതായ ചിന്തകള് നമുക്ക് വന്നു ചേരാൻ ഇടവന്നതെന്ന് ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊന്നുമല്ല, തിമോത്തിയോസിന് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യമാണ് നാം വായിച്ചത്. ഇവിടെ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും. അതാണ് ആദ്യം പറഞ്ഞു വന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ വചനം, സുവിശേഷം, വേദപുസ്തകം, അത് ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മില് ആ സ്വർഗീയ പേഴ്സണാലിറ്റി നഷ്ടപ്പെടുന്നതായ ആകാത്ത ചിന്തകൾ കൊണ്ട് നാം ചീർത്ത് ഭ്രാന്ത് പിടിച്ച് മറ്റൊരു ആർക്കും കണ്ടാൽ പേടി തോന്നുന്ന വിരൂപമായ ഒരു ജീവിതമായി മാറുന്നത്. എന്നാൽ നാം നമ്മെ തന്നെ സമർപ്പിച്ച് ആരെയും കുറ്റം പറയാതെ, ആരോടും ദേഷ്യം പറയാതെ, ആരോടും വിരോധമായി ഒന്നും ചിന്തിക്കാതെ ദൈവത്തിന്റെ പഥ്യവചനത്തെ, യേശുവിന്റെ പഥ്യവചനത്തെ, സുവിശേഷത്തെ സ്നേഹിച്ചും കരുതിയും നാം എപ്പോഴും നമ്മുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവര്, നമ്മുടെ ജീവിതം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. അടുത്ത വാക്ക് ശ്രദ്ധിച്ച്, ഭക്തിക്കത്ത ഉപദേശവും അനുസരിക്കാത്ത. ഭക്തിക്കത്ത ഉപദേശം ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകണം. അത് സുവിശേഷം നമ്മൾ എങ്ങനെയെങ്കിലും വചനം വായിച്ചാൽ പോരാ, എങ്ങനെയെങ്കിലും കേട്ടാൽ പോരാ. നാം വചനം കേൾക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ആത്മീയതയുണ്ടാകണം. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിന്റെ ഒരു ആവശ്യപ്പാണ്. ഹോളി സ്പിരിറ്റ് നമ്മുടെ മേൽ ഇറങ്ങി വരുന്നതാണ്. ആ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിറവ് കൊണ്ട് നമ്മളുടെ ജീവിതം ശക്തീകരിക്കപ്പെട്ടുകൊണ്ട് ദൈവമക്കളെ നമുക്ക്
ആ ഒരു ഭക്തി ഉണ്ടാകുന്ന തോട്ട്സ്, ഉപദേശങ്ങൾ, അഡ്വൈസസ്, അത് നമ്മളുടെ ഹൃദയത്തെയും ജീവിതത്തെയും രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിന് ആഹാരമായി കരുതേണ്ടതാണ് ഒന്ന്, ദൈവത്തിന്റെ വചനം. യേശുക്രിസ്തു പറഞ്ഞതായ സുവിശേഷം, ആ പഥ്യവചനം, അത് നമ്മുടെ ഒരു സ്പിരിച്വൽ ഫുഡായി, ആഹാരമായി മാറണമെന്നുള്ളതാണ് ചിന്ത. രണ്ട്, അത് സുഹൃത്തുക്കളിലൂടെയാകാം, രണ്ടാമത്തെ സുഹൃത്തുക്കളിലൂടെയാകാം, മറ്റ് പല സാഹചര്യങ്ങളിലൂടെയാകാം. എന്നിൽ ദൈവത്തോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുന്നതായ ഉപദേശങ്ങൾ, അത് വാക്കുകൾ കൊണ്ട് ഉള്ളതാകണമെന്നില്ല, കമ്മ്യൂണിക്കേഷൻസ് വരണമെന്നില്ല, സംസർഗമാകാം. എന്റെ കൂട്ടുകാരൻ ഒരു ദൈവവൈതലാണെങ്കിൽ അവനോടൊപ്പം നടക്കുമ്പോൾ ഭക്തി എന്നിൽ വർദ്ധിക്കുന്നു. ഹല്ലേലൂയാ. നാം തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർ മദ്യപാനികളും അതുപോലെ തന്നെ അരുതാത്ത വഴികളിലൂടെ നടക്കുന്നവരാണെങ്കിൽ എന്റെ ജീവിതത്തിൽ മെല്ലെ മെല്ലെ ഇരുട്ട് കടന്നു വരികയാണ്. ഞാൻ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരൻ, എന്റെ പ്രിയപ്പെട്ടവരെ, അത് ദൈവവൈതലാണെങ്കിൽ ഞാൻ അറിയാതെ എന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ഭക്തി വരികയാണ്, ദൈവത്തിന്റെ ഭക്തി നിറഞ്ഞു വരികയാണ്. പ്രിയപ്പെട്ടവരെയും, യേശുവിന്റെ സുവിശേഷവും പഥ്യവചനവും ദൈവത്തിന്റെ ഭക്തിക്കൊത്തതായ ഉപദേശവും ഭക്തി വർദ്ധിക്കുന്ന ഉപദേശവും നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നിറഞ്ഞു നിന്നാൽ ഒരു ശക്തിക്ക് നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം തകർന്നു പോകില്ലെന്ന് മാത്രമല്ല, നാം പ്രാർത്ഥിക്കുന്നത് പോലെ ആ വചനം നമുക്ക് വഴിവിളക്കായി, ചൂണ്ടുപലകയായി, നിർദ്ദേശകനായി, ഉപദേശിക്കുന്നവനായി, വഴി കാണിക്കുന്നവനായി, നേർവഴി നടത്തുന്നവനായി, തോൽവി വ്യസനത്തിന്റെ മാർഗം, തോൽക്കുന്ന മാർഗമുണ്ടോ എന്ന് നോക്കി നമ്മെ കാണിച്ച് നേർവഴി നടത്തുന്ന ഒരു ശക്തിയായി കൂടെ ഉണ്ടാകുന്നു. നമ്മെ തന്നെ എരിയിപ്പിക്കുന്ന, നമ്മെ തന്നെ ആത്മാവിൽ ശക്തീകരിക്കുന്ന, നമ്മെ തന്നെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ ജീവനുള്ള വചനം. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഇപ്പോൾ ഇതാ ആ തിരുവചനത്തിന്റെ ശക്തിയുടെ ചൂട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ഇതാ നിങ്ങളെ തൊടുകയാണ്. അനേക ആളുകളെ കർത്താവ് സ്പർശിക്കുന്ന ഒരു ദിനവും സമയവുമായി ഇത് മാറട്ടെ. അവന്റെ സ്നേഹം അത്രമാത്രം വലുതാണ്, അവന്റെ കരുതുന്ന കരം അത്രമാത്രം വലുതാണ്. ശ്രേഷ്ഠമായ, ഉന്നതമായ അവനിലുള്ള വിശ്വാസം നമ്മെ വല്ലാതെ രൂപാന്തരപ്പെടുത്തട്ടെ. സ്നേഹമാകുന്ന, കരുണയാകുന്ന ദൈവം നമ്മെ വല്ലാതെ രൂപാന്തരപ്പെടുത്തട്ടെ. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പറഞ്ഞ എല്ലാവരും ഒന്ന് ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും ഒന്ന് ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല കർത്താവേ, നല്ല ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നല്ല കർത്താവേ, നല്ല ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് നല്ലൊരു ജീവിത സാഹചര്യത്തെ കർത്താവ് തന്നതിനായി നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ, നീ ഞങ്ങൾക്ക് നിന്റെ വചനത്തിന്റെ തുറന്ന അനുഭവം നൽകി. ദൈവമേ, ഭക്തി വർദ്ധിക്കുന്നതായി ഉപദേശങ്ങൾ നൽകി, കൂട്ടായ്മ നൽകി. യേശുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേർന്ന് വിശുദ്ധിയോടുകൂടി വളരുവാൻ കർത്താവ് ഇപ്പോൾ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും യേശുവിന്റെ ശക്തി കൊണ്ട് നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറയട്ടെ, രൂപാന്തരപ്പെടട്ടെ, ദൈവമക്കളായി മാറട്ടെ, ആശ്വാസം അനുഭവിക്കട്ടെ, ദൈവകൃപ കൊണ്ട് നിറയട്ടെ, അനന്തകൃപ കൊണ്ട് നിറയട്ടെ. ആത്മാവേ വന്നു നിറയണമേ, പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ, ദൈവ തേജസ്സേ ഞങ്ങളിൽ വന്ന് വ്യാപരിക്കണമേ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളെ സ്പർശിക്കണമേ, അന്ധകാരം മാറ്റിക്കളയണമേ, ലോകാധിപതിയെ നീക്കിക്കളയണമേ, അനുഗ്രഹത്തിന്റെ വഴി ഞങ്ങൾക്ക് തുറന്നു തരണമേ. സ്വർഗീയ തേജസ് കൊണ്ട് കർത്താവ് ഞങ്ങളെ എണീച്ചുരുക്കി നിർത്തുന്നതിനായി നന്ദി പറയുന്നു. സ്വർഗീയ തേജസ് കൊണ്ട് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി നിർത്തുന്നതിനായി സ്തുതി കരേറ്റുന്നു. ഈ സമയം ദൈവം ഞങ്ങളെ തൊട്ടതിനും തൊടുന്നതിനുമായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ സമർപ്പിച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബത്തിന്റെ മേല് ദൈവതര തേജസ് ഇറങ്ങണമേ. അവരുടെ ആവശ്യങ്ങൾ കർത്താവേ, അവരുടെ പുതിയ ഉദ്യമങ്ങൾ എല്ലാ മേഖലയിലും കർത്താവ് സമൃദ്ധിയും അനുഗ്രഹവും കൊടുത്ത് ബ്ലസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, മക്കളെയും വിദ്യാഭ്യാസത്തെയും എല്ലാം കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സ്വർഗം അവിടെ ഇറങ്ങണമേ, ദൈവ തേജസ് അവിടെ ഇറങ്ങണമേ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വ്യാപരിക്കണമേ. അന്ധകാരം മാറിപ്പോകട്ടെ, ലോകാധിപതി മാറിപ്പോകട്ടെ, പൈശാചിക ശക്തി മാറട്ടെ, ദുഷ്ടത മാറട്ടെ, തിന്മ മാറട്ടെ, കൃപ നിറയട്ടെ. കർത്താവേ, ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളിലും
ദൈവകൃപ ഇറങ്ങുന്ന നന്ദി പറയുന്നു. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഈ സമയം നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ കർത്താവിന്റെ അടുത്ത് പറയാനുള്ള സമയമാണ്. ഇവിടെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ പറയുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. Oh Jesus, hallelujah, 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 hallelujah. Oh Jesus, hallelujah, 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 hallelujah. Glory, 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 Jesus, hallelujah. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓ യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 hallelujah. Oh Jesus, hallelujah, 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 hallelujah. Glory Jesus, hallelujah, 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 hallelujah. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. ലോകം മുഴുവനുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് ഉത്തരം തന്നതിനായി നന്ദി പറയുന്നു. എല്ലാ വിഷയങ്ങളും സമർപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം തന്നെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർബലമായ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യ മർത്തമറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം നമ്പുരാനുള്ള വീഴ്ചയുള്ളണമേ. ആമേൻ. കർത്താവിൽ സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമേ, എല്ലാവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. നാളെ വൈകുന്നേരം 8:30 മണിക്ക് നമുക്ക് വീണ്ടും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.